ഫൈനലി പോക്കോൻ്റെ F7 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കിടുക്കാച്ചി ഫോൺ വന്നിരിക്കുകയാണ്. നമ്മളിന്ന് നോക്കാൻ പോകുന്ന അതിൻ്റെ സ്പെക്കും അതിൻ്റെ കൂടെ ഇതിൻ്റെ ഏറ്റവും വലിയ കോമ്പറ്റേറ്റർ ആയിട്ടുള്ള IQ Neo 10 പ്രോസ് ആൻഡ് കോൺസും ആണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുന്ന നമ്മുടെ ചാനലൊന്നും മറക്കാതെ ഫോളോ ചെയ്ത് വയ്ക്കുക. ഇതുപോലെ അടിപൊളി വീഡിയോസ് ഡെയിലി വരുന്നതായിരിക്കും. മാത്രമല്ല ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫോൺ എടുക്കാൻ പോകുന്ന ചങ്സിന് എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കും ചെയ്യാം. അപ്പോൾ F7 ഡീറ്റെയിൽസ് പറ്റി ഞാൻ അവരുടെ ഒഫീഷ്യൽ സൈറ്റിലേക്ക് പോയപ്പോൾ അവിടെ ഒരു മണ്ണാങ്കട്ടിയില്ല. അവരെന്താണോ ഇതുവരെ അത് അപ്ഡേറ്റ് ചെയ്യാത്തത്. പക്ഷേ നമ്മുടെ GSM അരേന ഉള്ളതുകൊണ്ട് തന്നെ നമ്മളെല്ലാ സ്പെക്കും നമ്മൾ അവിടെ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല IQ Neo 10 എന്ന് പറഞ്ഞിട്ടുള്ള ഫോൺ നമ്മൾ ഓൾറെഡി റിവ്യൂ ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മുടെ നമ്മുടെ ചാനലൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നതായിരിക്കും. ഈ ഒരു ഫോണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിലെ ചിപ്സെറ്റ് തന്നെയാണ്. സ്നാപ്ഡ്രാഗൻ്റെ 8S Gen 4 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹൈ പെർഫോമൻസ് ചിപ്സെറ്റാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതും അണ്ടർ 35,000 റുപ്പീസിൽ. കാലം പോയപ്പോൾ ഓക്കെ, പണ്ടൊക്കെ ഒരു സ്നാപ്ഡ്രാഗൻ്റെ 8 സീരീസ് പ്രോസറുള്ള ഫോൺ വേണമെങ്കിൽ നമുക്ക് 60,000 രൂപ കൊടുക്കേണ്ടി വന്നിരുന്നത്. പക്ഷേ ആ ഒരു സ്ഥാനത്ത് നമ്മൾ വെറും 35,000 കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ സ്നാപ്ഡ്രാഗൻ്റെ പ്രോസറുള്ള ഡിവൈസുകളാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും വലിയൊരു ഉദാഹരണമായിരുന്നു നമ്മുടെ IQൻ്റെ Neo 10. ഇപ്പോൾ അതിന് ആ ഒരു ഡിവൈസിന് ഏറ്റവും വലിയ വെല്ലുവിളി ആവാൻ പോകുന്നതും ഈ പറയുന്ന പോക്കോ F7 എന്ന് പറഞ്ഞിട്ടുള്ള ഫോണായിരിക്കും. ഗൈസ്, അപ്പോൾ നേരം കളയണം, നമുക്ക് ഇതിൻ്റെ സ്പെക്കിലേക്ക് പോകാം. നമ്മുടെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള GSM അരേനയുടെ സ്പെക്കാണ്. പക്ഷേ ഞാൻ ഈ ഒരു സംഭവം ചെക്ക് ചെയ്തപ്പോൾ ചില മിസ്റ്റേക്സ് ഒക്കെ ഇതിൽ തോന്നി. കാരണം ഗ്ലോബൽ ലെവലിലുള്ള ഇതേ സെയിം സ്പെക്കിലുള്ള ഫോൺ വെച്ച് ഒരുപക്ഷെ എടുത്തായിരിക്കാം ഈ ഡീറ്റെയിൽസ്. അപ്പോൾ ചില മിസ്റ്റേക്സ് തോന്നി. ഞാൻ കുറേ ഡീറ്റെയിൽസ് എനിക്ക് മനസ്സിലായി, അതൊക്കെ ഞാൻ ഇവിടെ ക്ലാരിഫൈ ചെയ്യാം. ഫസ്റ്റ് തന്നെ ഈ ഒരു ഫോണിൻ്റെ വെയിറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ 215 ഗ്രാമാണ് ഈ ഫോണിൻ്റെ വെയിറ്റ് ആയിട്ട് പറയുന്നത്. അത്യാവശ്യം ഹെവിയർ ആണ്, പക്ഷേ കുഴപ്പമില്ല. നമുക്ക് അത്യാവശ്യം വലിയൊരു ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ Android 15 ആണ് സപ്പോർട്ട് വരുന്നത്. HyperOS 2 ആണ് ഇതിൽ OS ആയിട്ട് വരുന്നത്. അതായത് ആൻഡ്രോയിഡിനെ മോഡിഫൈ ചെയ്തിട്ടുള്ള ഷവോമിയുടെ രീതിയിൽ മോഡിഫൈ ചെയ്തിട്ടുള്ള ഒരു OS ആണ് HyperOS എന്ന് പറയുന്നത്. 256 ആൻഡ് 512 GB വേരിയൻറ്റിൽ നമുക്കിത് അവൈലബിൾ ആണ്. ഓക്കെ, അതുപോലെ തന്നെ കാർഡ് സ്ലോട്ട് അവൈലബിൾ അല്ല. ഇത്രയും ഹെവിയർ ആയിട്ടുള്ള ഒരു ഇതെടുക്കുമ്പോൾ കുഴപ്പമില്ല. മാക്സിമം 512 എടുക്കാൻ നോക്കുക. കാരണം നമ്മൾ മീഡിയ ഷൂട്ടുള്ളവരാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ആപ്സൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 512 തന്നെയായിരിക്കും ബെറ്റർ. അതുപോലെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ 6.83 ഇഞ്ചസിൻ്റെ ഒരു വലിയ ഡിസ്പ്ലേ ആണ്. അതായത് നമ്മുടെ സാംസങ്ങിൻ്റെ S23 അൾട്രയിൽ 6.8 ആണ് വന്നിരുന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സൈസിൽ വരും. പക്ഷേ അതിൻ്റെ കോർണേഴ്സ് ഷാർപ്പല്ല. ഇവിടെ കുറച്ചുകൂടി റൗണ്ട് ചെയ്തുകൊണ്ട് തന്നെ വേറൊരു ഫീലായിരിക്കും ഫോൺ യൂസ് ചെയ്യുമ്പോൾ. പക്ഷേ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നല്ല കിഡിലിന് റെഡ് കളറിൽ വാൾപേപ്പർ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഫോൺ നല്ല കിടുക്കാച്ചി ലുക്കായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ പഞ്ച് ഹോൾ ഡിസ്പ്ലേ ഒക്കെ പക്കയായിട്ടുണ്ട്. നമ്മുടെ S23 കാണുന്ന ഒരു ലുക്ക് അത് കുറച്ചുകൂടി ബിഗറായിട്ടായിരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യുക. അതിൻ്റെയൊക്കെ പ്ലസ് വേർഷൻസ് കാണുന്ന പോലത്തെ ഒരു ഫീലായിരിക്കും എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ 50 മെഗാപിക്സലിൻ്റെ ക്യാമറ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നുണ്ട്. 12 GB RAM ആണ് വരുന്നത്. സ്നാപ്ഡ്രാഗൻ്റെ 8S Gen 4 എന്ന് പറഞ്ഞിട്ടുള്ള ചിപ്സെറ്റാണ് വരുന്നത്. പവർഫുൾ ചിപ്സെറ്റ്. ബാറ്ററി നമുക്ക് GSM അരേനയിൽ കൊടുത്തിരിക്കുന്നത് 6500 mAh ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ 7500 mAh ആണെന്നുള്ള ഞാൻ കേട്ടത്. കാരണം ഈ ഒരു സെഗ്മെൻറ്റിൽ ഇപ്പോൾ വരുന്ന എല്ലാ ബാറ്ററികളും ഹയർ ഡെൻസിറ്റി ഉള്ള ബാറ്ററിയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ സൈസിൽ നമുക്ക് ഹ്യൂജ് ആയിട്ടുള്ള mAh സൈസുകളുള്ള ബാറ്ററി നമുക്ക് ഇനി കാണേണ്ടി വരും. 10,000 mAhൻ്റെ ബാറ്ററിയൊക്കെ റിയൽമി ഇറക്കാൻ പോകുന്നുണ്ടെന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. അതിലേക്കോട്ടെ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഫ്രണ്ട് ബിൽഡ് ക്വാളിറ്റിനെ പറ്റി പറയാൻ അത്യാവശ്യം പ്രീമിയം ആയിട്ടുള്ളൊരു ബിൽഡ് ക്വാളിറ്റി കിട്ടുന്നുണ്ട്. അലുമിനിയം ഫ്രെയിം കിട്ടുന്നുണ്ട്, ഗ്ലാസ് ബാക്ക് കിട്ടുന്നുണ്ട്. ഫ്രണ്ട് ഗ്ലാസ് നോക്കുകയാണെങ്കിൽ ഗൊറില്ല ഗ്ലാസ് 7i പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. ഓക്കെയാണ്. പിന്നെ IP68 റേറ്റിംഗ് ആണ് ഉണ്ടെന്നാണ് പറയുന്നത് GSMൽ. പക്ഷേ IP69 റേറ്റിംഗ് കൂടി ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ കുറച്ചുകൂടി സേഫറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഡിസ്പ്ലേനെ പറ്റി പറയുകയാണെങ്കിൽ അടിപൊളി ഡിസ്പ്ലേ ആയിരിക്കും. 6.83 ഇഞ്ചസിൻ്റെ ഡിസ്പ്ലേ ആണ്. AMO LED ഡിസ്പ്ലേ ആണ്. അതുകൊണ്ട് തന്നെ വിഷ്വലി സൂപ്പർ ആയിരിക്കും. 68 ബിറ്റിൻ്റെ കളേഴ്സ് വരുന്നുണ്ട്. 120 ഹെഡ്സിൻ്റെ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. PWM ഡിമ്മിങ് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് അത്യാവശ്യം നല്ല രീതിയിൽ നൈറ്റിലൊക്കെ നമുക്ക് ചെറിയ ലോ ലൈറ്റിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ആ ഇൻറ്റൻസിറ്റി കുറയാണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഡോൾബി വിഷൻ്റെ സപ്പോർട്ടുണ്ട്. HDR+ൻ്റെ സപ്പോർട്ടുണ്ട്. ഇതൊക്കെ ഇതിൽ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് ആണ്. നമുക്ക് റിയൽ ആയിട്ടുള്ള സ്പെക്ക് അവരുടെ സൈറ്റിൽ വന്നാൽ മാത്രമേ നമുക്കത് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. 3200 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ് ഉണ്ടെന്ന് പറയുന്നത് ഇനഫ് ആയിട്ടുള്ള ഒരു ബ്രൈറ്റ്നസ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഡിസ്പ്ലേ സൈഡിൽ നിന്ന് വരാനുള്ളത്. 1.5K റെസൊല്യൂഷനാണ് ഡിസ്പ്ലേ വരുന്നത്. 447 PPI ഡെൻസിറ്റി പിക്സൽ പെർ ഇഞ്ച് ഡെൻസിറ്റി വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ടായിരിക്കും. നമുക്ക് ഇമേജൊക്കെ എടുത്തതിന് ശേഷം നോക്കുമ്പോൾ നല്ല ക്ലിയർ ഷാർപ്പായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഫോണിൽ വരുന്ന ഫോണ്ടുകളും കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് കാണാൻ പറ്റും ഗൈസ്. അപ്പോൾ ഇതാണ് അതിൽ പറയാനുള്ളത്. ഇനി പ്ലാറ്റ്ഫോമിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് പറഞ്ഞു Android 15 ആണ് വരുന്നത്. HyperOS 2 ആണ് വരുന്നത്. പ്രോസറിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് സ്നാപ്ഡ്രാഗൻ്റെ 8S Gen 4. എന്ത് ടാസ്ക് കൊടുത്താലും ഇതൊക്കെ എനിക്ക് പുല്ലാന്ന് പറഞ്ഞിട്ട് ഈസി ആയിട്ട് ചെയ്ത് തരുന്ന ഒരു ചിപ്സെറ്റാണ്. നമുക്ക് നമ്മുടെ ആപ്പിളിൻ്റെ A സീരീസ് പ്രോ ചിപ്സെറ്റുകളായിട്ട് ഈസി ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലൻ ചിപ്സെറ്റാണ്.
ഞാനൊക്കെ എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഞാൻ ഫോണൊക്കെ ഉപയോഗിക്കുമ്പോൾ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് 8 സീരീസ് ഫോൺ എടുക്കാൻ പറ്റിയിരുന്നെങ്കിലോ എന്നൊക്കെ. അപ്പോൾ അന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ അന്നൊക്കെ അതിൻ്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് ഒന്നെങ്കിലും ഒരു 60,000 അല്ലെങ്കിൽ 60,000-ൻ്റെ മേലെയായിരിക്കും ഏതൊരു ബ്രാൻഡിന് നോക്കുകയാണെങ്കിലും. ഇപ്പോൾ ഓഫറൊക്കെ ഇട്ടിട്ട് വന്ന് റേറ്റ് കുറഞ്ഞിരുന്നു, ഒരു 40 റേഞ്ചിലേക്കൊക്കെ വന്നിരുന്നു. പക്ഷേ ഇതുപോലെയുള്ള ഫോണുകൾ വരുമ്പോൾ അതൊരു 35K 32Kയിലേക്കൊക്കെ ഇറങ്ങി വരികയാണ് ആ ഒരു പ്രൈസ്. അപ്പോൾ ആക്ച്വലി ഇന്ന് ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാർക്കൊക്കെ അതൊരു ലക്കാണ് ഗൈസ്, എളുപ്പമല്ല. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു പവർഫുൾ ആയിട്ടുള്ള 4 നാനോമീറ്ററിൻ്റെ ചിപ്സെറ്റാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ചിപ്സെറ്റ് കോൺഫിഗറേഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് 3.21 GHz പ്രൈമറി കോറാണ് വരുന്നത്. കോർട്ടെക്സ് X4 എന്ന് പറഞ്ഞിട്ടുള്ള നല്ല പെർഫോമൻസ് ഉള്ള കോറാണ്. അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ജീക്ക് ബെൻസൊക്കെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ വരുന്നത് നമുക്ക് അതിൻ്റെ സെക്കൻഡറി കോഴ്സ് വരുന്നത് നമുക്ക് 3 കോഴ്സാണ് വരുന്നത്, അതും 3 GHz. പിന്നെ വരുന്നത് 2 കോഴ്സാണ് വരുന്നത്, അത് 2.8 GHz. പിന്നെ വരുന്നത് 2 GHz 2 കോഴ്സാണ്. ടോട്ടലി 8 കോഴ്സിൻ്റെ ഒരു സെറ്റപ്പാണ് വന്നിരിക്കുന്നത്. ഒക്ടാ കോർ പ്രോസറാണ്. സോ ഈ കൊടുത്തിരിക്കുന്ന കോർട്ടെക്സ് X4 എന്നൊക്കെ പറയുന്ന ആ ഒരു പ്രൈം പ്രോസർ അത്യാവശ്യം നല്ല രീതിയിലുള്ള ടാസ്കുകൾ ഡീൽ ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റി ഉള്ള ഒരു പ്രോസറാണ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഗ്രാഫിക്സ് എടുത്ത് പറയണം. അഡ്രിനോൻ്റെ 825 ആണ് ഇതിന് ഗ്രാഫിക്സ് വരുന്നത്. എപ്പോഴും നമുക്ക് സ്നാപ്ഡ്രാഗൺ വരുമ്പോൾ അതിൻ്റെ കൂടെ അഡ്രിനോ ആയിരിക്കും ഷുവറായിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഗ്രാഫിക്സാണ്. ഈ പറഞ്ഞ പോലെ നമ്മുടെ ഡിമെൻസിറ്റി ഒക്കെ നമുക്ക് നല്ല ഹൈ ലെവൽ പെർഫോമൻസ് ഉള്ള ചിപ്സെറ്റുകൾ ഇറക്കുന്നുണ്ടെങ്കിലും അവർ ഗ്രാഫിക്സ് നമ്മുടെ സ്നാപ്ഡ്രാഗൻ്റെ അഡ്രിനോയായിട്ട് മുട്ടാൻ പറ്റില്ല ഗൈസ്, അത് ഒരു സംശയമില്ല അതിൽ. പിന്നെ സ്റ്റോറേജ് സൈസ് നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 256 12GB വരുന്നുണ്ട്, അതുപോലെ തന്നെ 512 12GB വരുന്നുണ്ട്. അപ്പോൾ രണ്ടിലും 12GB റാമിൻ്റെ വേരിയൻസ് ആണ് വരുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള മൾട്ടി ടാസ്കിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. 8GB റാമിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോമൻസ് ഫോണുകൾ കിട്ടുന്നുണ്ട്. അപ്പോൾ 12GB ആകുമ്പോൾ അതിൻ്റെ കപ്പാസിറ്റി നിങ്ങൾ ആലോചിക്കുക. പിന്നെ അതിൻ്റെ കൂടെ വിർച്വൽ റാമോണൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ ആയിരിക്കും. അപ്പോൾ ഒരു 512GB വേരിയൻ്റ് എടുത്തിട്ട് അതിൻ്റെ കൂടെ വിർച്വൽ റാമോൺ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫോണിൽ നിന്ന് കുറച്ച് GB പോവായിരിക്കും, പക്ഷേ നല്ല രീതിയിലുള്ള മൾട്ടി ടാസ്കുകൾ ചെയ്യാൻ പറ്റും. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ഈ വിർച്വൽ റാം എന്ന് പറയുന്നത് ഒരു ഉടായ്പ പരിപാടിയാണ്. വിർച്വൽ റാം ഇട്ട് കഴിഞ്ഞാൽ ആക്ച്വലി പെർഫോമൻസ് കുറയുന്നുണ്ട് ഗൈസ്, എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. പിന്നെ ക്യാമറ സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഡുവൽ ക്യാമറയാണ് വരുന്നത്. 50 മെഗാപിക്സലിൻ്റെ ഒരു OIS സപ്പോർട്ടുള്ള ഒരു ക്യാമറ ഒക്കെ വരുന്നുണ്ട്, വൈഡ് ക്യാമറ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു അൾട്രാ വൈഡ് ക്യാമറ വരുന്നുണ്ട് 8 മെഗാപിക്സലിൻ്റെ. ഇത്രയേ ഉള്ളൂ, 2 ക്യാമറയേ ഉള്ളൂ. ക്യാമറ ഡിസൈൻ രസമുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില മോഡൽസിൽ ഒരു ഗ്രാഫിക്സ് ഒക്കെ വരുന്ന മോഡൽസിൽ ഓക്കെയാണ്, പക്ഷേ നോർമലി കാണാൻ വലിയ കാര്യമൊന്നുമില്ല, സിമ്പിളാണ്. കുറച്ചുകൂടി സെറ്റപ്പാക്കി കൊടുത്തിട്ട് ഞാൻ ഫോൺ നന്നായി ചിലവാകുമായിരുന്നു. എന്തായാലും ആയിക്കോട്ടെ. അതുതന്നെ 4K 30 FPS and 60 FPS ഷൂട്ട് ഉണ്ട്. പിന്നെ ഗൈറോ ഈ IS സപ്പോർട്ട് മാത്രമേ ഇതിലുള്ളൂ വീഡിയോയിൽ. ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ നമുക്ക് 20 മെഗാപിക്സലിൻ്റെ ക്യാമറയാണ് വരുന്നത്. ഫ്രണ്ട് ക്യാമറ നമുക്ക് HD 30 അല്ലെങ്കിൽ 60 FPS വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് അവൈലബിൾ ആണ്. നമുക്ക് 192 KHz വരെ സപ്പോർട്ട് ചെയ്യും. ഹൈ റെസൊല്യൂഷൻ ഓഡിയോസ് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ബാക്കി വൈഫൈ ബ്ലൂടൂത്ത് 6 ബാക്കി വൈഫൈ ബ്ലൂടൂത്ത് NFC സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇൻഫ്രാറെഡ് പോർട്ട് ഉണ്ട്. ഇതുപോലുള്ള ഒരുപാട് സെറ്റപ്പുകൾ എല്ലാ ഫോണുകളിലെ പോലെ തന്നെ ഉണ്ട്. നമുക്കതൊന്നും വലിയ സീനായിട്ട് തോന്നുന്നില്ല. പിന്നെ ഫിംഗർ പ്രിൻറ്റ് അണ്ടർ ഡിസ്പ്ലേ ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിൻ്റാണ് വരുന്നത്. ബാക്കിയുള്ള സെറ്റപ്പുകളും ഉണ്ട്. അപ്പോൾ 90 വാട്ട്സിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് നമുക്ക് ഈ ഒരു ഡിവൈസിൽ കിട്ടുന്നുണ്ട് ഗൈസ്. സോ ഇതൊക്കെയാണ് നമുക്ക് ബ്ലാക്ക്, വൈറ്റ്, സൈബർ സിൽവർ എന്ന് പറഞ്ഞിട്ടുള്ള കളർ വേരിയൻസിൽ നമുക്ക് ഈ ഒരു ഫോൺ അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് ഇത്രയും ഡീറ്റെയിൽസാണ് നമുക്ക് നമ്മുടെ ഫോണിനെ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ കറൻ്റ് അവൈലബിൾ ആയിട്ടുള്ളൂ. ഇനി നമുക്ക് iQOO Neo 10 അതുപോലെ തന്നെ ഷവോമിയുടെ F7 തമ്മിലുള്ള ഒരു കമ്പാരിസൺ വളരെ സ്പീഡിൽ നടത്താം. ആക്ച്വലി 35,000 റുപ്പീസിന് താഴെയായിട്ട് 2 ഫോണുകളും വെർത്താണ്. പക്ഷേ നിങ്ങൾക്ക് വല്ല ബ്രാൻഡ് കൺസിഡറേഷൻ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഡെഫിനറ്റ്ലി പറയും iQOO ആണ്. കാരണം എനിക്ക് വിവോ, ഓപ്പോ ആ ഒരു ഇത് യൂസ് ചെയ്യുന്ന എക്സ്പീരിയൻസ് ആണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത് ഷവോമിയേക്കാളും. പിന്നെ അതുപോലെ തന്നെ പോക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന് കുറച്ച് കാലം മുന്നേ അത്ര നല്ല പേരായിരുന്നില്ല. കാരണം ചില ഫോണുകൾ ബ്ലാസ്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ മദർ ബോർഡ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഫോണുകളൊക്കെ ബ്ലാസ്റ്റ് ചെയ്തിരുന്നത് അതിൻ്റെ ചെറിയ മോഡൽസാണ്. ഇത്രയും നല്ലൊരു സെറ്റപ്പിലേക്ക് വരുമ്പോൾ അത് കുഴപ്പമൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല ഗൈസ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷവോമിയുടെ ഫാൻസാണ് നിങ്ങളെങ്കിൽ ഡെഫിനറ്റ്ലി പോക്കോയിൽ നിങ്ങൾക്ക് ട്രൈ ആവുന്നതാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് സിമ്പിളായിട്ട് അതിൻ്റെ ഒരു കമ്പാരിസൺ നടത്താൻ പോവുകയാണ്. ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ റാമും സ്റ്റോറേജും കമ്പയർ ചെയ്യുകയാണെങ്കിൽ സ്റ്റോറേജ് ടൈപ്പ് നമുക്ക് വരുന്നത് UFS 4.1 തന്നെയാണ്. രണ്ടിൽ നമുക്ക് 512GB വേരിയൻ്റ് അവൈലബിൾ ആണ്. മാക്സിമം നിങ്ങൾ 512GB എടുക്കാൻ ശ്രമിക്കാം. കാരണം ഗെയിമിൻ്റെ ഒക്കെ ഫുൾ ഗ്രാഫിക്സ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം GB ആ ഒരു ഗെയിമിംഗ് സെക്ഷന് മാത്രം തന്നെ വരും. അല്ലെങ്കിൽ ചെറിയ വ്ളോഗിംഗ് പർപ്പസ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് മീഡിയയുടെ സ്റ്റോറേജും അത്യാവശ്യം വേണ്ടി വരും. അതുകൊണ്ട് തന്നെ 512GB എടുക്കാൻ ശ്രമിക്കുക. ഇനി റാം കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് Neo 10 നമുക്ക് 16GB റാമിൻ്റെ ഒരു വേരിയൻ്റ് അവൈലബിൾ ആണ്. ഇപ്പോൾ കറൻ്റ്ലി ഉള്ള ഗെയിമുകളും ആപ്പുകളും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് 12GB ഇനഫാണ്. പക്ഷേ 16GB ഉണ്ടാവുക എന്നതാണ്. ഫ്യൂച്ചറിൽ നല്ല ഗെയിംസൊക്കെ വരുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് iQOOന് പെർഫോം ചെയ്യാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ അതുപോലെ തന്നെ iQOOന് ഗെയിമിങ്ങിന് വേണ്ടി കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് Q1 എന്ന് പറഞ്ഞിട്ടുള്ള അഡീഷണൽ സെറ്റപ്പ് അവർ ഒരു പ്രോസറായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ അങ്ങനെ ഒരു സ്പെഷ്യലായിട്ട് സംഭവം കൊടുത്തിട്ടില്ല. പിന്നെ ടർബോ റാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു റാം എക്സ്പാൻഷൻ ഇതിൽ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നുണ്ട്.
അത് എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ആ റാം എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഒരു ഡൈപ്പായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. നമുക്ക് പെർഫോമൻസ് ലാഗാണ് ആക്ച്വലി വരുന്നത്. കാരണം നമ്മുടെ ഫോണിൻ്റെ കൂടി ഒരു സ്റ്റോറേജ് ഇവിടെ കൺസ്യൂം ചെയ്യണം. പക്ഷേ UFS 4.1 ഉള്ളതുകൊണ്ട് ഒരു പക്ഷേ വിർച്വൽ റാം നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ഡിസ്പ്ലേ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ രീതിയിലുള്ള ഒരു ഡിസ്പ്ലേ സൈസ് ഡിഫറൻസ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ LTPO AMOLED ഡിസ്പ്ലേ ആണ് നിയോയിൽ വരുന്നത്. മറ്റേൽ വരുന്നത് നമുക്ക് AMOLED ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ PWM സപ്പോർട്ട് ചെയ്യുന്ന ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേ ഒക്കെ രണ്ടിലും ഓക്കെ ആയിരിക്കും, എനിക്ക് കുഴപ്പമില്ല. പക്ഷേ എനിക്ക് കുറച്ചുകൂടി കാണുമ്പോൾ ലുക്ക് തോന്നിയത് പോക്കോ F7ൻ്റെ ആ ഒരു ഡിസ്പ്ലേ അപ്പിയറൻസ് ആണ് എനിക്ക് കുറച്ചുകൂടി ലുക്ക് തോന്നിയത്. രണ്ടിലും 1.5K റെസൊല്യൂഷനിലുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ നിയോയിൽ കുറച്ചുകൂടി ഗെയിമിംഗ് ഒക്കെ ഉള്ള കാരണം 144 ഹെർട്സിൻ്റെ മാക്സിമം ഫ്രീക്വൻസി വരുന്നുണ്ട്. ഇതിലാണെങ്കിൽ അത്രയും വരുന്നില്ല, 120 മാത്രമേ വരുന്നുള്ളൂ. 120 ഇപ്പോൾ എല്ലായിടത്തും കോമൺ ആണ്. പക്ഷേ വേറെ സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 120 144 തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല ഗൈസ്. കാരണം അത്രയും മൈനൂട്ട് ഡിഫറൻസ് മാത്രമേ രണ്ടും ഉണ്ടാവുള്ളൂ. പിന്നെ നിയോയിൽ നമ്മൾ സൺലൈറ്റിലൊക്കെ പോയിട്ട് അതിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് നോക്കുകയാണെങ്കിൽ 5500 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് 3200 ആണ് മാക്സിമം ബ്രൈറ്റ്നസ് കാണിക്കുന്നുള്ളൂ. പിന്നെ ചില റിവ്യൂസിലൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ഇതിൽ പോക്കോയിൽ നമുക്ക് HDR+ൻ്റെ സപ്പോർട്ട് ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതെനിക്ക് ഇത്ര കൺഫേം അല്ലാത്തതുകൊണ്ട് നമ്മളത് പറയുന്നില്ല. നമ്മളെങ്ങാനും പറഞ്ഞിട്ട് അത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നിയോയിൽ വരുന്ന നമുക്ക് ബാക്കിൽ പ്ലാസ്റ്റിക് ആണ് ഗൈസ്. അത്യാവശ്യം നല്ല ഫിനിഷും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഫ്രെയിമും വരുന്നത് പ്ലാസ്റ്റിക് ആണ്. പക്ഷേ നമ്മുടെ പോക്കോയിൽ വരുന്ന നമുക്കൊരു അലുമിനിയം ഫ്രെയിം വരുന്നതാണ് പറയുന്നത്. അതുപോലെ തന്നെ ഗ്ലാസ് ബാക്ക് കിട്ടുന്നതാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ഫോൺ യൂസ് ചെയ്യുമ്പോൾ ഒരു പ്രീമിയം ലുക്ക് സീനാണ്. പിന്നെ ഐക്യൂൻ്റെ ഒരു ഐക്കോണിക് ആയിട്ടുള്ള ഒരു സ്ക്വയർ ഡിസൈനിലുള്ള ഒരു ക്യാമറ പാറ്റേൺ ആണ് ഇതിലും വന്നിരിക്കുന്നത്. പക്ഷേ ഇതിൽ കുറച്ചുകൂടി ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിൽ വന്നിരിക്കുന്നത്. പക്ഷേ അതെനിക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടൊന്നുമില്ല. രണ്ട് ക്യാമറ ഒരു സെപ്പറേഷൻ ലൈനൊക്കെ കാണുന്നുണ്ട്, അത് കുറച്ച് ബെറ്ററാണ്. പക്ഷേ ടോട്ടൽ ഡിസൈൻ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇനി അടുത്ത് ബാറ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ നിയോ 10R നമുക്ക് 7000 mAh ബാറ്ററി വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് പോക്കോ F7 നമുക്ക് 7000 mAh കൂടുതൽ ബാറ്ററി വരുന്നുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ പോക്കോയിൽ നമുക്ക് 90 വാട്ട്സിന് സപ്പോർട്ടേ ഉള്ളൂ, എന്നാൽ നിയോയിൽ നമുക്ക് 120 വാട്ട്സിൻ്റെ സപ്പോർട്ട് ഉണ്ട് ഗൈസ്. പക്ഷേ പോക്കോയിൽ അവിടെ ഒരു ഹൈലൈറ്റ് എന്താ വെച്ചാൽ 22.5 വാട്ട്സിൻ്റെ റിവേഴ്സ് ചാർജിങ് ഉണ്ട്. അതായത് ഈ ഒരു ഫോൺ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡിവൈസുകൾ ഇതിൽ കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് റിവേഴ്സ് ഈ ഒരു ഫോണിൽ നിന്ന് ചാർജ് ചെയ്യാൻ പറ്റും. അത് വരാനുള്ളൊരു മെയിൻ കാരണം ഈ ഒരു ഫോണിൽ വന്നിട്ടുള്ള ഹ്യൂജ് ആയിട്ടുള്ള ബാറ്ററി തന്നെയാണ്. പെർഫോമൻസിനെ പറ്റി നോക്കുകയാണെങ്കിൽ രണ്ടിലും അത്യാവശ്യം നല്ലൊരു ANTUTU സ്കോർ വരുന്നുണ്ടെങ്കിലും നമുക്ക് Geekbench സ്കോർ നോക്കുമ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് പെർഫോം ചെയ്യുന്നത് IQ Neo 10 തന്നെയാണ്. പക്ഷേ അതൊരു പ്രോ ലെവൽ ഗെയിമേഴ്സിന് മാത്രമേ ആ ഒരു ചെറിയൊരു ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നോർമലി നിങ്ങൾ അത്യാവശ്യം ഡേ ടു ഡേ ടാസ്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും അല്ലെങ്കിൽ ഒരു നോർമൽ രീതിയിലുള്ള ഗെയിമിംഗ് പർപ്പസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ കൂളിംഗ് സിസ്റ്റത്തിനെ പറ്റി പറയുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുക F7 ആണെന്നും അതുപോലെ തന്നെ Neo 10 ആണെന്നൊക്കെ രണ്ട് രീതിയിലുള്ള ഒരു സംഭവമുണ്ട്. എന്നാലും കുഴപ്പമില്ലാത്തൊരു കൂളിംഗ് സിസ്റ്റം രണ്ടിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ക്യാമറയെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് രണ്ട് ഡിവൈസുകളും ഒരേപോലെ പെർഫോം ചെയ്യുന്നെന്ന് ഏകദേശം പറയാം. കാരണം രണ്ടിലും റിയർ സൈഡിൽ വരുന്നത് ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള സെൻസേഴ്സ് ആണ്. അതായത് സോണിയുടെ IMX882 എന്ന് പറഞ്ഞിട്ടുള്ള മെയിൻ സെൻസറും അതുപോലെ തന്നെ നമുക്കൊരു 8 മെഗാപിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡാണ് നമുക്ക് രണ്ട് ഡിവൈസിലും വരുന്നത്. ഇത് ഐക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് വിവോൻ്റെ ഒരു സ്കിൻ ടോണും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അത് ബെറ്റർ ആയിരിക്കും. പോക്കോ നോക്കുകയാണെങ്കിൽ ഷോമിയുടെ രീതിയിലും ബെറ്റർ ആയിരിക്കും. രണ്ടും കുഴപ്പമുണ്ടാവാനുള്ള ചാൻസ് ഇല്ല. പിന്നെ ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി റെസൊല്യൂഷൻ കൂടിയ ഫോട്ടോസ് എടുക്കണമെങ്കിൽ നമുക്ക് IQ Neo 10 കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് കിട്ടുക. ഷോമിയിൽ നമുക്ക് 20 മെഗാപിക്സലിനേ ഉള്ളൂ. പക്ഷേ 20 മെഗാപിക്സലും 32 മെഗാപിക്സലൊന്നും ഒരു വിഷയമല്ലടാ. അതുകൊണ്ട് നിങ്ങൾ അതൊന്നും കാര്യമാക്കേണ്ട ആവശ്യമില്ല. 32 ആണെങ്കിലും കുഴപ്പമില്ല, 20 ആണെങ്കിലും കുഴപ്പമില്ല. ആരപ്പോൾ ഈ ഫോട്ടോ എടുത്ത് ഇങ്ങനെ സൂമിൽ നോക്കാൻ പോകണം? അതും ഫ്രണ്ടിൽ നമുക്ക് ഫോക്കസും കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ വെച്ച് എടുത്താൽ മാത്രമേ ആ ഒരു പ്രോപ്പർ ഷാർപ്നെസ് കിട്ടുള്ളൂ. അല്ലാതെ നമുക്ക് കിട്ടുന്ന ഷാർപ്നെസ്സൊക്കെ ചുമ്മാ അതിൽ OS എഡിറ്റ് ചെയ്ത് കയറുന്ന ഷാർപ്നെസ്സാണ്. അതുകൊണ്ട് 32 മെഗാപിക്സൽ കാര്യമൊന്നുമില്ല. പിന്നെ IQയിൽ എനിക്ക് ആ ഒരു ഫ്രണ്ട് ക്യാമറയിലുള്ള ഒരു സ്കിൻ ടോൺസ് ചില നേരത്തെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. മറ്റേത് എനിക്ക് ചെക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ചെക്ക് ചെയ്തതിനു ശേഷം പിന്നെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. പിന്നെ OS അപ്ഡേറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് IQ എടുക്കുന്നവരാണെങ്കിൽ നമുക്ക് ഏകദേശം 4 വർഷം മാത്രമേ പറയുന്നുള്ളൂ. പക്ഷേ നമ്മുടെ ഷോമി എടുക്കുകയാണ് അല്ലെങ്കിൽ പോക്കോ എടുക്കുന്നവരാണെങ്കിൽ നമുക്ക് ഏകദേശം 6 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കിട്ടുന്നതാണ് ഇപ്പോൾ കിട്ടുന്ന ഇൻഫർമേഷൻ. നമുക്ക് ആ ഒരു വാട്ടർ റെസിസ്റ്റൻറ്റ് കപ്പാസിറ്റി ഒക്കെ നോക്കുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് F7 ആയിരിക്കും പെർഫോം ചെയ്യുക. IP68ൻ്റെ വാട്ടർ കപ്പാസിറ്റി ഒക്കെ ഉണ്ട്. Neo 10 അത്രയും നല്ല ബെറ്റർ ആയിട്ടുള്ളൊരു വാട്ടർ റെസിസ്റ്റൻസ് ഫീൽ ചെയ്യുന്നില്ല. രണ്ടിനും ഏകദേശം ഒരു 30 to 35K അണ്ടറിലാണ് നമുക്ക് പ്രൈസ് വരുന്നത്. ഇനി നമുക്ക് ഓവറോൾ ആയിട്ടുള്ളൊരു അഭിപ്രായം പറയാം. നിങ്ങൾക്ക് സ്മൂത്ത് ആയിട്ടുള്ളൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് വേണം, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്യാമറ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി നിയോ നോക്കുമായിരിക്കും ബെറ്റർ. പക്ഷേ നിങ്ങൾക്കൊരു പ്രീമിയം ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു പ്രീമിയം ബിൽറ്റ് വേണം, അതിൻ്റെ കൂടെ നിങ്ങൾക്ക് നല്ലൊരു പെർഫോമൻസും ക്യാമറയും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി പോക്കോയിലേക്ക് പോകാം. കാരണം മറ്റേതിൽ ആ ഒരു ബിൽറ്റ് ക്വാളിറ്റി ബോഡി ബിൽഡ് ചെയ്തിരിക്കുന്ന അത്ര അടിപൊളിയല്ല, ഇതിൽ ബോഡി ബിൽഡ് ചെയ്തിരിക്കുന്നത് സൂപ്പറാണ്. ഏതായാലും ഇതാണ് നമ്മുടെ ഒരു കമ്പാരിസൺ വീഡിയോ. നിങ്ങൾക്ക് ഏകദേശം ചില കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും 8 സീരീസിലെ പ്രോസറാണ്, അത്യാവശ്യം നല്ല ഹീറ്റിംഗ് ഉണ്ടായിരിക്കും ഫോണുകളിൽ.
കൂളിംഗ് സിസ്റ്റം എത്ര എഫിഷ്യൻ്റാന്ന് പറഞ്ഞാലും ഹീറ്റിംഗ് ഉണ്ടായിരിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഏതൊരു മൾട്ടി ടാസ്കും വളരെ ഈസി ആയിട്ട് 8 സീരീസ് പ്രോസറുള്ള ഫോണുകളിൽ ചെയ്യാൻ പറ്റും ഗൈസ്. അതുപോലെ തന്നെ ക്യാമറയും അത്യാവശ്യം നല്ല രീതിയിൽ പ്രോസസ്സ് ചെയ്യും. 4K 60 FPS ഒക്കെ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോമൻസ് രണ്ട് ഫോണും തരുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു കമ്പാരിസൺ. നമുക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ ഇത്ര നേരം സംസാരിച്ച് നിങ്ങൾ കേട്ടിരിക്കാൻ തയ്യാറായെങ്കിൽ എന്നെ ഇഷ്ടമുള്ളതുകൊണ്ടാണെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും ബൈ. ജിനോ ടെക് വ്ലോഗ്സ്.